ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കമാൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ബാംഗ്ലൂര് ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് സെന്ററിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ. ഓക്കെ, എനിക്ക് ഇവിടെ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ 4, 5, 6, 7 ഈ പ്രായപരിധിക്കുള്ളിലുള്ള നാല് കുട്ടികളുടെ നിന്നുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ വളരെ ഷോക്കായിട്ടുള്ള ഒരു അനുഭവം. അത്രയും ചെറിയ പ്രായത്തിൽ അവർ ചിന്തിക്കുന്ന ചിന്താഗതികളെ കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഇന്നിങ്ങനെ ഒരു കുട്ടി ഡെയിലി ഇങ്ങനെ രാവിലെ ഇങ്ങനെ നടന്ന് പോവാറുണ്ട് ഇതേ കൂടെ. അപ്പൊ എപ്പോഴും എന്നോട് ഗുഡ് മോർണിംഗ് ഭയ്യ, ഇവരൊക്കെ ഹിന്ദിക്കാരെ കുട്ടികളാണ്, ഗുഡ് മോർണിംഗ് ഭയ്യ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് പറയും. അങ്ങനെ എന്നും ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം കുട്ടി പോകുമ്പോൾ സമയത്ത് എന്റെ പോക്കറ്റിൽ ഒരു മിഠായി ഉണ്ടായിരുന്നു. ഞാൻ ആ മിഠായി ആ കുട്ടിക്ക് കൊടുത്തു. അപ്പൊ താങ്ക് യു ഭയ്യ എന്നും പറഞ്ഞിട്ട് ആ കുട്ടി പോവുകയും ചെയ്തു. അവിടുന്ന് ഞാൻ തിരിച്ച് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ തിരിച്ച് കയറിയതിന് ശേഷം ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ഭയ്യ എന്നുള്ളൊരു വിളി കേട്ടു. വിളി കേട്ടപ്പോൾ ഞാൻ തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഈ കുട്ടി വേറെ 3 കുട്ടികളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്താ മോളെ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഭയ്യ എനിക്ക് നിങ്ങളൊരു മിഠായി തന്നില്ലേ, എൻ്റെ ഫ്രണ്ട്സാണ് ഇവർക്ക് 3 പേർക്ക് കൂടെ മിഠായി കൊടുക്കാമോ എന്ന് ചോദിച്ചു. സത്യത്തിൽ എൻ്റെ കയ്യിൽ വേറെ മിഠായി ഉണ്ടായിരുന്നില്ല, ആകെ ഒരു മിഠായി ഉണ്ടായിരുന്നത്, അതാണ് ആ കൊച്ചിന് കൊടുത്തത്. അപ്പൊ ഞാൻ കുട്ടിയോട് പറഞ്ഞു, മോളെ എൻ്റെ കയ്യിൽ ഒരു മിഠായിയേ ഉള്ളൂ, അതാണ് മോൾക്ക് തന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഞാൻ നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ ഷോപ്പിൽ പോയി വാങ്ങിയിട്ട് തരാം എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇല്ല അല്ലേ എന്ന് വളരെ നിരാശ മുഖത്തോടു കൂടെ എന്നെ നോക്കി ചോദിച്ചിട്ട്, ഭയ്യ ഒരു കാര്യം ചെയ്യാമോ, ഒരു കത്തി തരാമോ എന്ന് ചോദിച്ചു. കത്തിയോ? ഞാൻ ഈ ചെറിയ കുട്ടി എന്തിനാണ് ഈ കത്തി ചോദിക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചെറിയ കുട്ടികൾ കളിക്കാനുള്ള കത്തി തരില്ല എന്ന് പറഞ്ഞു. പ്ലീസ് ഭയ്യ എന്നിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ഭാവത്തോടുകൂടെ കെഞ്ചി ചോദിക്കുന്നതായിട്ട് അപ്പൊ ഒരു ചെറിയ കുട്ടി. അപ്പൊ ഞാൻ ഇത് എന്താണ് സംഭവം എന്ന് അറിയാലോ വെച്ചിട്ട് ഞാൻ കത്തി പോയി എടുത്തു കൊടുത്തു. കത്തി മോളുടെ കയ്യിൽ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, കത്തി ഇതേ റെഡി ഉണ്ട്, എന്തിനാണ് നീ കത്തി ചോദിച്ചത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഭയ്യ ഈ മിഠായി എനിക്ക് 4 പീസാക്കി തരാമോ, എൻ്റെ മറ്റു സുഹൃത്തുക്കൾ കൂടെ കൊടുക്കാനാണ് എന്ന് എന്നോട് വളരെ പറഞ്ഞു. ഞാൻ സത്യത്തിൽ ആകെ ഞെട്ടിപ്പോയി. ഈ ചെറിയ കുട്ടി അവളുടെ കൂട്ടുകാരികളായിട്ടുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചു കൊടുത്തിട്ട് അവർക്ക് ഇത് വീതിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ വീതിച്ചു കൊടുത്തു. വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു ആ കുട്ടീനെ ഒന്ന് തലോടി. അതിനുശേഷം ഈ 4 പീസാക്കി കൊടുത്തതിന് ശേഷം കുട്ടി കുറച്ചേരം കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഭയ്യ എൻ്റെ ഈ ഒരു പീസ് എനിക്ക് ഒന്നും കൂടെ 2 ആക്കി തരും. അപ്പൊ അതെന്തിനാ മോളെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി ഉണ്ട്, അവൾക്ക് കൂടെ കൊടുക്കാനാണ്. ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഫ്രണ്ട്ഷിപ്പ്, ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട്ഷിപ്പ്, കെയറിങ് ആൻഡ് ഷെയറിങ്, ഈ ഒരു 3 ഘടകം ഇത്രയും ചെറിയ കുട്ടികളിൽ തന്നെ നമ്മളിൽ വന്നത് കാണപ്പോൾ സത്യത്തിൽ വളരെ അത്ഭുതമായി. ഈ ഫസ്റ്റ് ഞാൻ മിഠായി കൊടുത്ത ആ കുട്ടി ഉണ്ടല്ലോ, അത് താമസിക്കുന്നത് റോഡ് സൈഡിൽ ഒരു ഷെഡ് കെട്ടിയിട്ട് അതിലാണ് താമസിക്കുന്നത്. മറ്റു കുട്ടികൾ ഓരോ ബിൽഡിങ്ങിന്റെയും ടേക്ക് കെയർമാർ, അതായത് വാച്ച്മാൻമാരുടെ മക്കളാണ്, മനസ്സിലായി, അത് ഹിന്ദി മക്കള്. അപ്പൊ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഷെയറിങ് ആൻഡ് കെയറിങ്, ഇത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ വലിയവരിൽ കുറെ ആൾക്കാർക്ക് ഇല്ലാതെ പോകുന്ന കുറെ കാര്യങ്ങളാണ് ഈ കുട്ടികളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇത് നമ്മളെ ജീവിതത്തിൽ എല്ലാവരും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ വലുത് എന്താണുള്ളത്? അപ്പൊ നിങ്ങൾ ഓർക്കുക, ഫ്രണ്ട്ഷിപ്പ്, ഷെയറിങ് ആൻഡ് കെയറിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. താങ്ക് യു വെരി മച്ച്.